ഹായ് കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാ? നമ്മൾ ലാസ്റ്റില് പ, ഫ, ബ, ബ, മ. പിന്നീട് ഏത് പഠിച്ചു? യാ, ര. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ച വ്യഞ്ജനാക്ഷരം? ര. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ല. ഏതാ വ്യഞ്ജനാക്ഷരം? ല. ഒന്ന് പറഞ്ഞാട്ടെ. ല. ല എങ്ങനെ എഴുതുന്നത് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ, ല എങ്ങനെ എഴുതുന്നത്. ആദ്യം എന്തോ ചെയ്യണം? നമ്മള് ലൈൻസ് പഠിച്ചില്ലേ? അതില് സ്ലീപ്പിംഗ് ലൈൻ. ഏതാ സ്ലീപ്പിംഗ് ലൈൻ? കിടക്കുന്ന വര. എങ്ങനെ ചെയ്യണം? സ്ലീപ്പിംഗ് ലൈൻ എഴുതുക. കിടക്കുന്ന വര അല്ലേ? എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് ശ്രദ്ധിച്ചാട്ടെ, ആ സ്ലീപ്പിംഗ് ലൈനിന് ഇവിടുന്ന് നോക്കിയേ, ഇങ്ങനെ കർവ് പഠിച്ചില്ലയോ? കർവ് വരക്കുക. ഓക്കെ, എന്തോ ചെയ്യണം? സ്ലീപ്പിംഗ് ലൈനിന് അവിടുന്ന് തൊട്ട് കർവ് വരച്ച് ഇങ്ങനെ ചെയ്യുക, അവിടെ തൊട്ട് മുട്ടിക്കുക. എന്നിട്ട് എന്തോ ചെയ്യണം? കർവ് വരച്ചിട്ടിടാ. ആ കർവിൽ നിന്ന് തന്നെ പെൻസിൽ എടുക്കാതെ താഴോട്ട് സ്റ്റാൻഡിങ് ലൈൻ. എന്തോ സ്റ്റാൻഡിങ് ലൈൻ. കർവിൽ നിന്ന് തന്നെ തൊട്ട് കർവിനോട് ടച്ച് ചെയ്ത് തന്നെ വരക്കണം താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ ആണോ? അതെന്തോ ചെയ്തു നമ്മള്? സ്ലീപ്പിംഗ് ലൈൻ വരച്ചു. അതിനോട് എന്തോ ചെയ്തു? കർവ് വരച്ചു മുകളിലോട്ട്. എന്നിട്ട് ആ കർവിനോട് ഇതാ ഇവിടുന്ന് ചേർന്ന് തന്നെ താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ വരക്കുക. എങ്ങനെ വരക്കുക? വീണ്ടും ഇവിടുന്ന് സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈനോട് ചേർന്ന് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, എന്നിട്ട് എന്തോ ചെയ്യണം? വീണ്ടും മുകളിലോട്ട് സ്റ്റാൻഡിങ് ലൈൻ. ഇവിടുന്ന് മുകളിലോട്ട് സ്റ്റാൻഡിങ് ലൈൻ. എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് മുകളിലോട്ട് വീണ്ടും സ്റ്റാൻഡിങ് ലൈൻ. എന്തുവായി? വ്യഞ്ജനാക്ഷരം ല. മനസ്സിലായോ? ആദ്യം എന്തോ ചെയ്തു നമ്മള്? സ്ലീപ്പിംഗ് ലൈൻ കിടക്കുന്ന വരെ വരച്ചു കൊടുത്തു അല്ലേ? എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈന് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് അതിനോട് ചേർന്ന് കർവ് വരച്ചു. എന്തോ ചെയ്തു? അതിനോട് ചേർന്ന് മുകളിലോട്ട് കർവ് വരച്ചു. ഓക്കെ, എന്നിട്ട് എന്തോ ചെയ്തു? ആ കർവ് ഇതാ ഇവിടുന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് കർവിനോട് ചേർന്ന് ആ കർവ് വരച്ചതിൽ നിന്ന് തന്നെ താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ, താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ. എന്നിട്ടോ വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ടോ മുകളിലോട്ട് വീണ്ടും സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, എന്തുവായി? വ്യഞ്ജനാക്ഷരം ല. എങ്ങനെ എഴുതി നമ്മള്? ആദ്യം സ്ലീപ്പിംഗ് ലൈൻ വരച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈനിന് മുകളിലോട്ട് കർവ് വരച്ചു. സ്ലീപ്പിംഗ് ലൈനിന് ചേർന്ന് കർവ് വരച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? ആ കർവ് വീണ്ടും സ്റ്റാൻഡിങ് ലൈൻ, കർവിനോട് ചേർന്ന് സ്റ്റാൻഡിങ് ലൈൻ. സോറി, ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ. എന്നിട്ട് എന്തോ ചെയ്തു? അതിൽ നിന്ന് മുകളിലോട്ട് കർവ് വരച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? ആ കർവിനോട് ചേർന്ന് വീണ്ടും താഴത്തേക്ക് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. വീണ്ടും എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ, മുകളിലോട്ട് സ്റ്റാൻഡിങ് ലൈൻ. എന്തുവായി? വ്യഞ്ജനാക്ഷരം ല. ഒന്നുകൂടി ശ്രദ്ധിക്കേ. ആദ്യം നമ്മൾ എന്തോ ചെയ്യണം? ല എഴുതാൻ സ്ലീപ്പിംഗ് ലൈൻ വരക്കുക. ഇതുവരെ ഓക്കെ ആണോ? എന്നിട്ട്
അതിനോട് ചേർന്ന് മുകളിലോട്ട് കർവ് വരക്കാം. കർവ് ഇവിടെ ടച്ച് ചെയ്തിട്ട് അതിനോട് തന്നെ സ്റ്റാൻഡിങ് ലൈൻ താഴത്തോട്ട് വരക്കുക. അവിടുന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് സ്റ്റാൻഡിങ് ലൈൻ, നിൽക്കുന്ന വര സ്റ്റാൻഡിങ് ലൈൻ. എന്തുവായി? വ്യഞ്ജനാക്ഷരം ല. കൈ എടുക്കാതെ എങ്ങനെ എഴുതാം? നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയ ല എഴുതുന്നേ, പെൻസിൽ എടുക്കാതെ. ഇങ്ങനെ വന്ന് മുകളിലോട്ട് കർവ്, അതിനോട് ചേർന്ന് സ്റ്റാൻഡിങ് ലൈൻ, വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും സ്റ്റാൻഡിങ് ലൈൻ. എങ്ങനെ എഴുതി? ആദ്യം സ്ലീപ്പിംഗ് ലൈൻ, അതിനോട് ചേർന്ന് കർവ്, കർവ് താഴത്തോട്ടായി സ്റ്റാൻഡിങ് ലൈൻ ആയി, സ്റ്റാൻഡിങ് ലൈൻ, എന്നിട്ട് എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ, വീണ്ടും മുകളിലോട്ട് സ്റ്റാൻഡിങ് ലൈൻ. വ്യഞ്ജനാക്ഷരം ല. മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? ബുക്ക് എടുത്തിട്ട് വീട്ടിൽ നിന്ന് എഴുതുക, പറഞ്ഞുകൊണ്ട് എഴുതുക. വ്യഞ്ജനാക്ഷരം ല. ഏതാ ഇന്ന് പഠിച്ചത്? വ്യഞ്ജനാക്ഷരം ല.